الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്നതായ നോമ്പുകളും അതുപോലെ തന്നെ നാം ചെയ്യുന്നതായ പരിശുദ്ധമായ റമദാനിനെ മുൻനിർത്തി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും പടച്ച റബ്ബ് സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രഭാതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെ എല്ലാ മഹത്വങ്ങളും അറിഞ്ഞ് അമൽ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് മരണം വരെ പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي لبابة بن عبد المنذر رضي الله عنه قال قال النبي صلى الله عليه وسلم إن يوم الجمعة سيد الأيام وأعظمها عند الله. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് മറ്റു എല്ലാ ദിവസങ്ങളുടെയും നേതാവാണ്. വഅഅ്ളമുഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ദിനമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മിൻ യൗമിൽ അദ്ഹാ വ യൗമിൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ദിവസത്തിനേക്കാളും അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഇതൊക്കെ നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളാണ്. എന്നാൽ എല്ലാ പള്ളികളും നിറഞ്ഞ്, പള്ളികൾക്ക് മുകളിൽ നിലയുണ്ടെങ്കിൽ അതും നിറഞ്ഞ് മുറ്റത്തൊക്കെയാണ് പാവരിച്ച് നിസ്കരിക്കാറുള്ളത്. കേവലം സുന്നത്ത് നിസ്കാരങ്ങളാണ്. എന്നാൽ ഫർദായ ജുമുഅ നിസ്കാരത്തിന്റെ അവസ്ഥ എത്രയാണ് നാം ഒന്ന് ചിന്തിക്കണം. ഈ നിസ്കാരങ്ങളെക്കാളും ഏറ്റവും മഹത്വമുള്ളതാണ് ഫർദായ ജുമുഅ നിസ്കാരം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫീഹി ഖംസു ഖിലാൽ, 5 പ്രത്യേകതകൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. ഖലഖല്ലാഹു ഫീഹി ആദം, അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ചരിത്രമൊക്കെ നമുക്കറിയും. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട് അല്ലാഹു ജീവൻ കൊടുത്തു, അത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വഅഹ്ബത്തല്ലാഹു ഫീഹി ആദമ ഇലൽ അർദ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നീട് ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഹിക്മത്ത് പ്രകാരം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു പറഞ്ഞ സമയത്ത് മലക്കുകൾ ചോദിച്ചു, എന്തിനാണ് ആ പരിപാടിക്ക് നിൽക്കുന്നത്? ഞങ്ങൾ നിന്നെ സ്മരിക്കാൻ ദിക്ർ ചൊല്ലാൻ ഞങ്ങളുണ്ടല്ലോ. മനുഷ്യരെന്ന് പറയുന്നവർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കും, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കും. എന്തിനാണ് അവരെ പഠിക്കുന്നത്? മലക്കുകൾ അല്ലാഹുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇനി അലമുമാനത്താലമോൻ, നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അറിയും, എൻ്റെ ഭാഗത്തോട്ട് നിങ്ങൾ ഇടപെടണ്ട എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ആദ്യമായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടച്ച റബ്ബ് പടച്ചത്. ശേഷം പ്രത്യേകമായി ഹിക്മത്തിലൂടെ അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വഫീഹി തവഫല്ലാഹു ആദം, ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നതും പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിലാണ്. വഫീഹി സഅത്തുൻ, ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യസ്അലുല്ലാഹ ഫീഹൽ അബ്ദു ശൈഅൻ ഇല്ലാ അഅതാഹു മാ ലം യസ്അൽ ഹറാമ, നിഷിദ്ധമല്ലാത്ത എന്ത് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാലും പടച്ച റബ്ബ് അടിമകൾക്ക് നൽകുന്ന ഒരു സമയം വെള്ളിയാഴ്ച ദിനത്തിലുണ്ട്. ചില ഹദീസുകളിൽ കാണാം സുബഹിക്ക് ശേഷമാണ്,
ചില ഹദീസുകളിൽ ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് നിസ്കാരം കഴിയുന്നത് വരെയുള്ള സമയമാണെന്നുണ്ട്. ചില ഹദീസുകളിൽ ഖത്തീബിന്റെ 2 ഖുതുബകൾക്കിടയിലുള്ള ഇടയ്ക്ക് ഇരിക്കുന്നൊരു സമയമുണ്ടല്ലോ ഇമാം, ആ സമയമാണെന്ന് ചില ഹദീസുകളിലുണ്ട്. ചില ഹദീസുകളിൽ അസ്ർ നിസ്കാരത്തിന് ശേഷമാണെന്നുണ്ട്. വ്യക്തമായി ഒരു പ്രത്യേകമായ ഒരു സമയം എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പൊതുവെ പറയുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ കഴിയുന്ന നിലയിലുള്ള സൽക്കർമ്മങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഓരോ ആഴ്ചകളിലും കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമല്ലാത്ത എന്ത് കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാലും അച്ചടി പടച്ച റബ്ബ് സ്വീകരിക്കുന്ന ഒരു സമയം ഈ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. മാ മിൻ മലകിൻ മുഖറബിൻ വലാ സമാഇൻ വലാ അർദിൻ വലാ റിയാഹിൻ വലാ ജിബാലിൻ വലാ ബഹരിൻ ഇല്ലാ വഹുന്ന യുശ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിൻ്റെതാകുന്നതായ മലക്കുകൾ, ആകാശഭൂമികൾ, കാറ്റ്, പർവ്വതം, സമുദ്രം ഇവയെല്ലാം വെള്ളിയാഴ്ച ദിവസത്തെ ഭയക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യരും ജിന്നും ഒഴികെ മറ്റെല്ലാ സൃഷ്ടികളും ഇന്ന് ഖിയാമത്ത് സംഭവിക്കുമോ എന്ന് കരുതി എല്ലാ വെള്ളിയാഴ്ചകളിലും ഭയക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ മഹത്വം നിറഞ്ഞ ദിനമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ചില സഹാബാക്കൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നബിയെ പ്രത്യേകമായ ഒരു സമയം പറയാത്തത്? എന്നാൽ മനുഷ്യന്മാർ ഉടായിപ്പോഴാണല്ലേ, ആ സമയം പറഞ്ഞ ആ സമയം മാത്രം ഇബാദത്ത് ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറയാൻ വേണ്ടി വന്നു. പരിശുദ്ധമായ റമദാൻ 27-ാം രാവ് ഇന്ന സമയമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹബീബ് തങ്ങൾ നടന്നു വന്നപ്പോൾ അവിടെ 2 മനുഷ്യരെ വഴക്ക് കൂടി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മൈൻഡിൽ നിന്ന് പടച്ച റബ്ബ് അതൊക്കെ മറപ്പിച്ചു കളഞ്ഞു. മനുഷ്യരിൽ നിന്ന് വന്ന പാപമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിരുന്നാലും മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഡെയിലി ചൊല്ലുന്നതായ സ്വലാത്തുകൾക്ക് അതീതമായി പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ അധികമായി കുറച്ച് സ്വലാത്തുകൾ ഇങ്ങനെയൊക്കെ ചൊല്ലുന്ന ഒരു പതിവ് നാമും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വെള്ളിയാഴ്ചകളെയും ബഹുമാനിക്കാനും ആദരിക്കാനും, അങ്ങനെ വെള്ളിയാഴ്ചകളെ ബഹുമാനിച്ചത് ആദരിച്ചത് കാരണമായി അവസാനം നമ്മുടെ മരണം അള്ളാഹു ഒരു നല്ലൊരു വെള്ളിയാഴ്ച സുദിനത്തിൽ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളും സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹു സമ്പൂർണമായി സ്വീകരിച്ച് നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് വിജയിക്കാൻ ഉപകരിക്കുന്ന നിലയിലുള്ള അമലുകളായി അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.